മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് വന്ദേ മാതര വിവാദത്തിൽ വിശദീകരണവുമായി പൊതുഭരണ വകുപ്പ്. ചീഫ് സെക്രട്ടറിയുടെ സർക്കുലർ സ്വാഭാവികമായ നടപടി മാത്രം എന്നാണ് പൊതുഭരണ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഹർ ഘർ തിരങ്ക പരിപാടിയുടെ ഭാഗമായുള്ള സർക്കാരിൻ്റെ സർക്കുലർ ആണ് പുറത്തുവന്നത്. അതേസമയം വിവാദത്തിൽ ലോക് ഭവനും വ്യക്തത വരുത്തിയിട്ടുണ്ട്. വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടില്ല എന്നാണ് ലോക് ഭവൻ വിശദീകരിക്കുന്നത്. വിവാദം സംബന്ധിച്ച ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചതുമില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇങ്ങനെയൊരു സർക്കുലർ പുറത്തിറങ്ങിയത് വലിയ വിവാദത്തിന് വഴിയൊരുക്കിയിരുന്നു. പ്രതിപക്ഷം കടുത്ത വിമർശനം ആയിരുന്നു സർക്കാരിന് നേരെ ഉയർത്തിയത്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പൊതുഭരണ വകുപ്പിന്റെ വിശദീകരണം വന്നിരിക്കുന്നു. എന്താണ് പൊതുഭരണ വകുപ്പ് പറയുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ ഹർ ഘർ തിരങ്ക പ്രചാരണത്തിൻ്റെ ഭാഗമായി 9-ാം തീയതി മുതൽ 17-ാം തീയതി വരെ നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ചടങ്ങുകളിലും വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട് എന്നായിരുന്നു ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ഇറക്കിയ സർക്കുലറിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം. പക്ഷേ ഇതിനെതിരെ പ്രതിപക്ഷ കക്ഷികളടക്കം വിമർശനം കടുപ്പിക്കുകയും വന്ദേ ഭാരതത്തിൻ്റെ ആദ്യത്തെ 2 ഖണ്ഡികകൾ മാത്രമാണ് ഔദ്യോഗികമായി ചടങ്ങുകളിൽ ആലപിക്കാറുള്ളതെന്നും ശേഷിക്കുന്ന ഖണ്ഡികകൾ അത് ഹിന്ദു ദേവതകളെ സ്തുതിക്കുന്നതും പ്രകീർത്തിക്കുന്നത് ആയവയാണെന്നും അത്തരത്തിലുള്ളവ പൂർണ്ണമായി ആലപിക്കുന്നതിലൂടെ RSS നയം നടപ്പിലാക്കുകയാണ് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷ കക്ഷികളൊക്കെ ഉന്നയിച്ചത്. അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷം ഇതിനെതിരെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനിടെ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം അത് പൂർണ്ണമായി ആലപിക്കേണ്ടതില്ല എന്ന പരാമർശം നടത്തി. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ്റെ ഭാഗത്തു നിന്നും സമാനമായ തരത്തിലുള്ള ഒരു പ്രതികരണമുണ്ടായി. അതിനു പിന്നാലെയാണ് ഇപ്പോൾ വിശദീകരണവുമായി പൊതുഭരണ വകുപ്പ് രംഗത്തെത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു നിർദ്ദേശവും വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശവും ഔദ്യോഗികമായി നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഗവർണറുടെ ഓഫീസിൽ നിന്നും ലോക് ഭവനിൽ നിന്നും അത്തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് വരുന്നത്. ദേശീയ ഗാനം ആലപിക്കണമെന്ന് സ്റ്റേറ്റ് പ്രോട്ടോകോൾ വിഭാഗം സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിലടക്കം ദേശീയ ഗാനം ആലപിക്കണമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങളും നൽകിയിട്ടില്ല. പൂർണ്ണമായി ആലപിക്കണമെന്ന് എവിടെയും നിർബന്ധം പറയുകയോ ശാഠ്യം പിടിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് വിശദീകരണം. സംഭവം കഴിഞ്ഞ ദിവസം ഷംസുദ്ദീന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രതികരണം അത് ഈ നിലയിലായിരുന്നില്ലല്ലോ, ലോക് ഭവന്റെ നിർദ്ദേശപ്രകാരം എന്നുള്ളതാണ്. ഷംസുദ്ദീന്റെ ആ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. രാജ്ഭവനിൽ നിന്നൊരു നിർദ്ദേശം കൊടുക്കാൻ പറയുമ്പോൾ പിന്നെ ചീഫ് സെക്രട്ടറി കൊടുക്കേണ്ടി വരില്ലേ? അതാണ് അതിൽ സംഭവിച്ചത്. അല്ലാതെ അത് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിയതോ പുതിയ സംഗതിയോ അല്ല. വന്ദേ ഭാരതം സംബന്ധിച്ച് വന്ദേ മാതരം സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പിന്നെ നമുക്കറിയാലോ ഇപ്പോൾ പുതിയ നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് ഇത് പ്രഖ്യാപിച്ച് നൽകിയതല്ല. ഇത് സത്യത്തിൽ രാജ്ഭവനിൽ നിന്ന് വന്ന ഒരു നിർദ്ദേശം, രാജ്ഭവനിൽ നിന്ന് ഗവർണറിൽ നിന്ന് വരുന്ന നിർദ്ദേശം പാസ് ചെയ്യണ്ടേ? അങ്ങനെ ഇതായിരുന്നു. ഇതിലാണ് ഇപ്പോൾ ലോക് ഭവനും വിശദീകരിക്കുന്നത്. ലോക് ഭവൻ അങ്ങനെ നിർദ്ദേശിച്ചിട്ടില്ല എന്ന്. നേരത്തെ പ്രതിപക്ഷം ഇത് വലിയ തോതിൽ ആയുധമാക്കി കഴിഞ്ഞ ഒന്നാണ്. അതായത് RSSന് കീഴ്പ്പെട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ BJPക്ക് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു സർക്കാർ എന്ന നിലയിലേക്ക്. അവിടെയാണല്ലോ ഈ വിശദീകരണം പുറത്തു വന്നു. ഒരു പക്ഷേ ഇനിയിപ്പോൾ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുക. അപ്പോഴും സർക്കാരിന് വലിയ തോതിൽ വെട്ടിലാഴ്ത്തിയ സാഹചര്യം, അതിൽ നിന്നൊരു മാറ്റമുണ്ടാകുന്നില്ല എന്നല്ല മനസ്സിലാക്കേണ്ടത്. ഡാൻ, ഈ സർക്കുലറിന്റെ കോപ്പി അടക്കം ഇന്നലെ പുറത്തു വന്നതാണ്. അത് മാധ്യമങ്ങളിലടക്കം വാർത്തയായതാണ്. അതിന് പിന്നാലെയാണ് അങ്ങനെ ഒരു സർക്കുലറേ ഇല്ല എന്നുള്ള ഒരു വിശദീകരണം പൊതുഭരണ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പക്ഷേ വിശ്വനാഥ് സിൻഹ അയച്ച സർക്കുലറിൻ്റെ പകർപ്പടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതിൽ രാഷ്ട്രീയ വിമർശനം കടുത്തതോടെയാണ് ലോക് ഭവൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും അത്തരത്തിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണം എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശവും കർശനമായ നിർദ്ദേശവും നൽകിയിട്ടില്ല എന്ന പരാമർശം കൂടി വരുന്നത്. ആദ്യത്തെ 2 ഖണ്ഡികകൾ അത് പ്രധാനപ്പെട്ട ഔദ്യോഗിക ചടങ്ങുകളിൽ ഈ ഹർ ഘർ പരിപാടിയുടെ ഭാഗമായി ആലപിക്കണം എന്നത് അത് കൃത്യമായൊരു നിർദ്ദേശം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരിക്കലും ഒരു ശാഠ്യം പിടിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ അതൊരു RSS നയമാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നതിനിടയിലാണ് അതിലൊരു നിലപാട് മയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക്
ലോക് ഭവനും എത്തുന്നത് എന്നതാണ് ശ്രദ്ധേയം. അത് രാഷ്ട്രീയമായൊരു ആയുധമാക്കേണ്ടതില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് അതിൻ്റെ രാഷ്ട്രീയ ആയുധം നൽകുന്ന തരത്തിലേക്ക് മാറും എന്നൊരു ബോധ്യം കൂടി സർക്കാരിന് ഇപ്പോഴത്തെ ഈ നിലപാട് മാറ്റത്തിന് പിന്നിലുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ മേൽ പഴിചാരിക്കൊണ്ട് ഈ വിഷയത്തിൽ ഒരു മൃദു സമീപനമായിരുന്നു ആദ്യം സ്വീകരിച്ചിരുന്നതെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു നയം മാറ്റത്തിലേക്ക്, നിലപാട് മാറ്റത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങളും എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. യെസ്, പ്രതിപക്ഷം നേരത്തെ വലിയ വിമർശനം ആയിരുന്നു ഉന്നയിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോഴിതാ ഈ സൂചിപ്പിക്കുന്ന പോലെ, അതായത് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട സർക്കുലർ ഇറക്കിയതിൽ പൊതുഭരണ വകുപ്പ് വിശദീകരണവുമായി എത്തുന്നു. അതേസമയം ലോക് ഭവൻ ആകട്ടെ പറയുന്നത് ഈ പൂർണ്ണമായും വന്ദേ മാതരം ആലപിക്കണം എന്ന തരത്തിൽ ഏതെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടും ഇല്ല എന്നതാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.